എലൻ ത്രീനോബൽ സിസ്റ്റമിന്റെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പൈത്തോൺ ബേസിക്സ് പാർട്ട് 4 കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾ പാർട്ട് 1 to 10 മിസ് ചെയ്യുന്നതാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ പൈത്തോൺ ബേസിക്സ് പാർട്ട് 1 to 10 മലയാളം എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ പോയിട്ട് ഇംഗ്ലീഷ് ചെയ്തതിനെ പാട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പറ്റും. ഓക്കെ, ഇന്ന് പാർട്ട് 4 എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ഫോർ ലൂപ്പ് ഫ്ലോ കൺട്രോൾ പൈത്തോണിൽ ഒരു പ്രോഗ്രാം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ സിന്റാക്സ് എന്താണ്, വിത്ത് എക്സാമ്പിൾ പ്രോഗ്രാം നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് മാത്രമല്ല, ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഓക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്ലോ കൺട്രോൾ പൈത്തോണിൽ പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന്റെ സിന്റാക്സ് എന്താണ്, അതേപോലെ ഇഫ് എലിഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ട് ഓക്കെ അതിന്റെ സിന്റാക്സ് എന്താണ്, അതിൽ യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലോ കൺട്രോൾ ഒരു പൈത്തോണിൽ നമ്മൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു എക്സാമ്പിൾ പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇത് മാത്രമല്ലാതെ നമ്മൾ ഒരു സ്കൂൾസിൽ ഓക്കെ സ്റ്റുഡൻസിന്റെ മാർക്സ് വെച്ചിട്ട് ഗ്രേഡ്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രോഗ്രാം. ഇത് മാത്രമല്ലാതെ റാൻഡം ആയിട്ട് റോമൻ നമ്പേഴ്സ് ഈക്വലന്റിനെ യൂസിങ് പൈത്തോൺ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, സോ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോർ ലൂപ്പ് നമ്മൾ നോക്കുമ്പോൾ അതിന്റെ സിന്റാക്സ് ആണിത് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫോർ വാല്യൂ ഇൻ സീക്വൻസ്, അതിന്റെ താഴെ നേരെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. സോ ഇപ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫിന് ശേഷം ഉള്ള കാര്യങ്ങളെല്ലാം ഇമീഡിയറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ആകും. ഓക്കെ, ഇതേ വന്നിട്ട് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമുക്ക് എക്സിക്യൂട്ട് ആവുള്ളൂ. ഓക്കെ, ഇപ്പോ ഇതിനൊരു പ്രോഗ്രാമിനെ നമുക്ക് നോക്കാം. സോ ഇതിനെ ഒന്ന് പൈത്തോൺ സോഫ്റ്റ്വെയറിൽ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ ഇമീഡിയറ്റ്ലി നമ്മുടെ ഔട്ട്പുട്ട് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞ് നമുക്ക് കാണിക്കേണ്ടത്. സോ ഇപ്പോൾ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് അടുത്ത അതിന് താഴത്തുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവും. ട്രൂ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന് ശേഷമുള്ളത് മാത്രം എക്സിക്യൂട്ട്. ഇപ്പൊ നമ്മൾ ഈ വാല്യൂവിൽ ചേഞ്ച് ചെയ്യുന്നു, ഗിവ് ഇറ്റ് ആസ് -3. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് നോക്കുമ്പോൾ the if statement is easy and മാത്രമാണ് എക്സിക്യൂട്ട് ആണ്. ഈ പോസിറ്റീവ് എന്ന് പറയുന്നതിന് കാരണം വാല്യൂ പോസിറ്റീവ് അല്ല. ഓക്കെ, അതേപോലെ നമ്മൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ ഇതില് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇമീഡിയറ്റ് ആയിട്ട് ഇഫിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആകും. കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എൽസിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആകും. ഓക്കെ, അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്പർ എന്ന് പറഞ്ഞ ഒരു വേരിയബിളിനെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ സോ 10 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആണ്. ഓക്കെ, സോ അത് കാരണം ഇമീഡിയറ്റ്ലി ഇഫിന് ശേഷമുള്ള കണ്ടീഷൻ ഓക്കെ ആണ്. സോ അത് കാരണം ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് പ്രിന്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഈ വാല്യൂവിനെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ലെറ്റ് us give it as -5. ഓക്കെ, സോ ഈ പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, സിൻസ് ദിസ് കണ്ടീഷൻ ഇസ് ഫാൾസ്, ഇറ്റ് ഇസ് ട്രൈങ് ടു എക്സിക്യൂട്ട് വെരിഫൈ the else function. If it is okay, then it is executing it. അടുത്തതായിട്ട് if elif statement. if elif statement നോക്കുമ്പോൾ that is if elif else, ഇത് മൂന്നും കോമ്പിനേഷൻ ആണ് if elif statement. സോ നേരത്തെ നമ്മൾ C++, ജാവ ഇതിലൊക്കെ നോക്കുമ്പോൾ if else if എന്നാണ് നമ്മൾ കുറെ സ്ഥലത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇൻ പൈത്തോൺ ഓക്കെ നമ്മൾ else ifന് പകരം elif നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് എങ്ങനെ കണ്ടീഷൻ നോക്കുന്നത്, ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇമീഡിയറ്റ്ലി ഇഫിന് ശേഷമുള്ള കാര്യം എക്സിക്യൂട്ട് ആവും. ഇഫ് സെക്കൻഡ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സോ ഇഫ് എലിഫിന് ശേഷമുള്ള കണ്ടീഷൻ എക്സിക്യൂട്ട് ആകും. ഓക്കെ, അപ്പൊ രണ്ട് കണ്ടീഷനുമേ തെറ്റാണെന്ന് പറഞ്ഞാൽ ഇഫ് എലിഫ് എൽസിന് ശേഷമുള്ള കണ്ടീഷൻ എക്സിക്യൂട്ട് ആകും. അതിനൊരു പ്രോഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സോ പൈച്ചാമിലാണ് നമ്മൾ ഈ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ നമ്പർ വാല്യൂ 0 കൊടുത്ത കാരണം എലിഫ് സ്റ്റേറ്റ്മെന്റിലുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. അത് കാരണം 0 എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ വാല്യൂവിന് നമ്മൾ 5 എന്ന് പറഞ്ഞ് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് വാല്യൂ, പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞ് എക്സിക്യൂട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ ഈ വാല്യൂവിനെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് -2, അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് സ്കൂൾ സ്റ്റുഡൻസിന് ഓക്കെ ഗ്രേഡ് സിസ്റ്റം ഉണ്ടാക്കണം യൂസിങ് പൈത്തോൺ പ്രോഗ്രാം. ഓക്കെ, അത് നമുക്ക് എങ്ങനെ ചെയ്യാം. സോ ഇതിന്റെ കണ്ടീഷൻസ് നോക്കുമ്പോൾ 90 and above എ ഗ്രേഡ്, 80 and above ബി ഗ്രേഡ്, 70 and above സി ഗ്രേഡ്, 60 and above ഡി ഗ്രേഡ്, ബിലോ ദൻ 60 ഗ്രേഡ് ഇറ്റ് വിൽ ബി അണ്ടർ ദ കാറ്റഗറി ഓഫ് ഗ്രേഡ് എഫ്. സോ ഇതിനെ നമ്മൾ ഒരു പ്രോഗ്രാം ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ആ പ്രോഗ്രാം ഇവിടെ ഉണ്ട്, ഇതിനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇതിൽ ചില മോഡിഫിക്കേഷൻസ് നമ്മൾ ചെയ്തിട്ട് ഇത് എങ്ങനെ നമുക്ക് ബെറ്റർ വേയിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് നമുക്കിത് നോക്കാം.
So first score in chodikine. Let us try to verify the 90. So let us give the value of 92. So it is immediately giving grade as a A. So again rerun it. Okay, now let us try to change the value to 85. So grade is B. Okay. അടുത്തതായിട്ട് നമ്മൾ ഈ വാല്യൂവിന് ചേഞ്ച് ചെയ്തിട്ട് 72. Grade is C. Okay. Again, let us try to run this function. Let us try to change the value to 65. It is grade D. Now again, let us try to change the value and try to change the function to 56. It will be grade F. അടുത്തതായിട്ട് അടുത്ത പ്രോഗ്രാമിംഗ് ചാലഞ്ച് നോക്കുമ്പോൾ റോമൻ ന്യൂമറൽ നമ്പർ ഈക്വലൻസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. 1 to 10 വരെ റോമൻ നമ്പേഴ്സ് അസൈൻ ചെയ്തിട്ട് യൂസിങ് ഇഫ് ആൻഡ് എലിഫ് ആൻഡ് എൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ എൻറ്റയർ പ്രോഗ്രാമിനെ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ ഇഫ് വെച്ചിട്ട് ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ദെൻ എലിഫ് 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 യൂസ് ഫൈനലി നമുക്ക് എൽസ് യൂസ് ചെയ്തിട്ട് ഈ എൻറ്റയർ പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാൻ പോകുന്നുണ്ട്. സോ ഈ എൻറ്റയർ പ്രോഗ്രാമിനെ നമ്മൾ പൈച്ചാമിലാണ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. When we try to run the function, it is creating a random number. 1 is 1. Okay. Again, when you run the program, 8 is 8. Again, you run the program, it is telling 4 is 4. Again, you run the program, it is 3 is 3. Same answer will not come because we had created it to create a random output. നന്ദി. മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ബെല്ലൈക്കനെ പ്രസ് ചെയ്യുക. നിങ്ങൾ ഇതേപോലെ കുറെ കാര്യങ്ങൾ പഠിക്കണം, ഞങ്ങൾക്ക് പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ബേസിക് ആയിട്ട് നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ ഓൺലൈനിലും ട്രെയിനിങ് സപ്പോർട്ട്സ് കൊടുക്കാറുണ്ട്. ഇത് മാത്രമല്ലാതെ നിങ്ങൾ PLC പ്രോഗ്രാമിംഗ് പഠിക്കണം, എസ്പെഷ്യലി സീമെൻസ് അലൻ ബോർഡ് ഡെൽറ്റ PLC പഠിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഇത് മാത്രമല്ലാതെ നിങ്ങളൊന്ന് GCC കൺട്രീസിലെ ഒരു പ്രവാസിയായിട്ട് പണിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എസ്പെഷ്യലി ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, ബിൽഡിംഗ് ഓട്ടോമേഷൻ, കൺട്രോൾ സിസ്റ്റത്തിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. പോലെ തീരെ ഇല്ലാത്ത ഒരു സ്ഥലത്ത് സോളാർ DC ലൈറ്റ് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇത് മാത്രമല്ലാതെ നിങ്ങൾ കൃഷി ചെയ്യേണ്ടത് അവിടെയുള്ള ക്രോപ്സിനെ വൈൽഡ് അനിമൽസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഫോർ ഇലക്ട്രിക്കൽ ഫെൻസിങ് നിങ്ങൾ സോളാർ യൂസ് ചെയ്തിട്ട് വെയിലിടാൻ പറ്റും. ഓക്കെ, അതിനാവശ്യമുള്ള എക്യുപ്മെന്റ്സ് ഞങ്ങൾ ഒരു കിറ്റായിട്ട് കൊടുക്കാറുണ്ട്. ഇത് മാത്രമല്ല സോളാർ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ് ആപ്ലിക്കേഷൻ, സോളാർ സ്ട്രീറ്റ് ലൈറ്റ്, സോളാർ പമ്പ് സർവീസ് ആവശ്യമുള്ള ഡിസൈൻ, ഇൻസ്റ്റാളേഷൻ, ടെസ്റ്റിംഗ് മെഷീൻ, കൺസൾട്ടൻസി, ട്രെയിനിങ് സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കാൻ പറ്റും. ഇത് മാത്രമല്ല ആക്സസ് കൺട്രോൾ സിസ്റ്റം, ഇലക്ട്രിക് വെഹിക്കിൾ ബേസിക്സ്, ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിയുന്നത് പറഞ്ഞാലും നിങ്ങൾ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ സ്റ്റുഡന്റ് ആയിരിക്കാം, ഒരു ഗ്രാജുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിട്ടിരിക്കാം. സോ നിങ്ങൾ ബേസിക് ആയിട്ട് ഈ കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ ആ കോഴ്സിനെ വർക്ക്ഷോപ്പായിട്ട് കണ്ടക്ട് ചെയ്ത് തരാൻ പറ്റും. ഓൺലൈനിൽ വേണമെങ്കിലും ചെയ്ത് തരാൻ പറ്റും, ഓഫ്ലൈനിൽ ചെയ്ത് തരാൻ പറ്റും. ഇത് വന്നിട്ട് ഷോർട്ട് ടേം കോഴ്സ്, ലോങ് ടേം കോഴ്സസ് അവൈലബിൾ ഉണ്ട്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന പ്രോഗ്രാം അനുസരിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കോഴ്സ് ഞങ്ങൾ പഠിപ്പിച്ച് തരാൻ പറ്റും, അലോങ് വിത്ത് സർട്ടിഫിക്കേഷൻ. താങ്ക് യു.